നമസ്കാരം. മനസ്സിലായില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് നടക്കാറുള്ള ഒരു നമ്പൂതിരി കുറേ കാലം കഴിഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞു തുടങ്ങി. മനസ്സിലായി. അത് കേട്ട ഒരാൾ ചോദിച്ചു, എന്താ മനസ്സിലായത്? മനസ്സിലാവില്ല എന്ന് മനസ്സിലായി. ഇതേ അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ അന്തം കമ്മികളും. ഇവരുടെ ശോചനീയമായ അവസ്ഥ കണ്ട് നാട്ടുകാർ പറഞ്ഞു തുടങ്ങി, ഒന്നും മനസ്സിലാകില്ല എന്ന് മനസ്സിലായി. സഭയിൽ 1000 പിണറായിക്ക് അര സതീശൻ മതി എന്ന ബോധ്യം വന്നതോടെ എങ്ങനെയെങ്കിലും സതീശനെ മറ്റൊരു പിണറായി ആക്കാനുള്ള ശ്രമത്തിലാണ് അവർ. നാട്ടുകാർക്കിടയിൽ അദ്ദേഹം നടക്കുന്നതും സഹപ്രവർത്തകർക്കൊപ്പം ചായ കുടിക്കുന്നതും ചക്കപ്പഴം തിന്നുന്നതും ഒന്നും ഈ പുള്ളികൾക്ക് ഇഷ്ടപ്പെടുന്നതേയില്ല. എല്ലാം നാടകവും PR വർക്കുമാണെന്ന് വരുത്തി തീർക്കുകയാണ് അവരുടെ ലക്ഷ്യം. കാരണം അവർ കണ്ടുശീലിച്ചത് അതാണല്ലോ. ഒരു മുഖ്യമന്ത്രി ഇത്രയൊക്കെ വിനയാന്വിതനായി പോയാൽ സംഗതി കയ്യിൽ നിന്നും പോകുമെന്ന് അവർക്കറിയാം. കാരണം ഒന്നും കിട്ടിയില്ലെങ്കിലും പെരുമാറ്റത്തിന് മാർക്കിടുന്നവരാണ് നമ്മൾ മലയാളികൾ. പെരുമാറ്റ ദൂഷ്യം കൊണ്ട് മാത്രം ജനത്തെ വെറുപ്പിച്ച ഒരു സർക്കാരാണല്ലോ ഇറങ്ങിപ്പോയത്. ഒരു യാത്രയ്ക്കിടയിൽ മുഖ്യമന്ത്രി VD സതീശനും സുരക്ഷാ ഉദ്യോഗസ്ഥരും എവിടെയോ ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു ദൃശ്യം കണ്ടു. അതിൽ ഒരു ചിത്രം എങ്ങനെയോ മോർഫ് ചെയ്തിട്ട് വിരലും ഗ്ലാസും തമ്മിൽ ചേരാത്ത നിലയിലാക്കി. ഗ്ലാസ് വായുവിൽ നിൽക്കുന്നത് പോലെ ഒരു ചിത്രം. സതീശൻ്റേത് എന്തോ കാന്തശക്തിയുള്ള വിരലുകളാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പരിഹാസം. എന്നാൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് UDFൻ്റെ സൈബർ പോരാളികൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അസ്വാഭാവികത ഒന്നും തന്നെ കാണുന്നുമില്ല. മുഖ്യമന്ത്രിയും പോലീസുകാരും സംസാരിച്ചിരുന്നുകൊണ്ട് ചായയും എന്തോ ലഘുഭക്ഷണവും കഴിക്കുന്നു. ഇത്രയേറെ അസഹിഷ്ണുത ഈ ജന്മങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്നു? ഇതുപോലെ ഏതോ സൈബർ പോരാളികൾ പടച്ചുവിട്ട ഒരു ഫേക്ക് ചിത്രം എടുത്തിട്ടാണ് മുൻ ഉന്നത വിവരദോഷ മന്ത്രി നടുവിരൽ നമസ്കാരം പറഞ്ഞ് ആളെ അപമാനിച്ചത്. അന്തംകമ്മി ക്യാപ്സൂളുകാർ എന്ത് വിവരദോഷം കാണിച്ചാലും അതിനെയെല്ലാം ഷെയർ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും കുറേ മുഴുത്ത നേതാക്കളും വനിതാ സഖാത്തികളുമുണ്ട്. അതുപോലെ കറങ്ങിത്തിരിഞ്ഞ് കയ്യിൽ കിട്ടിയ ഒരെണ്ണമാണല്ലോ KK ലതികയെടുത്ത് പോസ്റ്റ് ചെയ്തത്. അത് സംബന്ധിച്ച് SIT അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നെറുകേടുകൾ മുഴുവൻ കാണിച്ച് മനുഷ്യരെ വെറുപ്പിച്ചിട്ട് ഗോവിന്ദൻ മൊബൈൽ ആപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഈ പാർട്ടിയെ ഒന്ന് നന്നാക്കി തരൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഗോവിന്ദൻ അപ്പവും ആപ്പുമായി നടന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ വിവരദോഷവും അഹങ്കാരവും ബാധിച്ച ഈ ക്യാപ്സൂൾ വിഴുങ്ങികളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കിടത്തി ചികിത്സ കൊടുക്കാതെ ഈ പ്രസ്ഥാനം നേരെയാകില്ല. വിവരദോഷം ഒരു തെറ്റല്ല, വിവേകികളത് തിരുത്തി കൊടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. പക്ഷേ വിവേകമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഈ പാർട്ടിയിലുണ്ടോ? വകതിരിവോ ഔചിത്യ ബോധമോ ഉണ്ടോ? തൻ്റെ സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർക്കൊപ്പം ഇരുന്ന് ഒരു മുഖ്യമന്ത്രി ചായ കുടിക്കുന്നത് ഇത്തരത്തിൽ ആക്ഷേപിക്കാൻ തക്ക കാരണമാണോ? പാർട്ടി പ്രവർത്തകരെയും സെക്യൂരിറ്റിക്കാരനെയും ഒക്കെ അടിമകളെ പോലെ കാണുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഈ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. മുൻ മുഖ്യമന്ത്രിക്ക് ഗൺമാൻ എന്നാൽ ഗുണ്ട എന്നായിരുന്നു അർത്ഥം. ആരെങ്കിലും ഡോറ് തുറന്നു കൊടുക്കാതെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കാറിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യാറില്ല. എത്രമാത്രം മേലനങ്ങാതിരിക്കാനും മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കാനും അവർക്ക് വലിയ ഉത്സാഹമാണ്. ഒരു 10 വർഷം മുമ്പ് മുഖ്യമന്ത്രിമാരുടെ ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ കേരള ജനതയ്ക്ക് പരിചിതമായിരുന്നു. പുതുപ്പള്ളി പള്ളിയിൽ വാതിൽപ്പടിയിൽ ചാരി നിലത്തിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ ഇവർ എത്രമാത്രം ആക്ഷേപിച്ചവരാണ്. അവരുടെ സങ്കല്പത്തിലെ മുഖ്യമന്ത്രി എന്നാൽ പിണറായി വിജയനാണ്. സർക്കസിൻ്റെ റിങ്ങിലേക്ക് പുലിയെ കൊണ്ടുവരുന്നത് പോലെയുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് പിണറായി വിജയനെ ജനക്കൂട്ടത്തിനിടയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരിക എന്നത്. ഉത്സവപ്പറമ്പിൽ ആനയെ കൊണ്ട് ഇറക്കുന്നത് പോലെയായിരുന്നു പിണറായി വിജയനെ നവകേരള സദസ്സിൻ്റെ ഓരോ വേദിയിലും എത്തിച്ചത്. നടക്കാൻ ചുവന്ന പരവതാനി മസ്റ്റാണ്. പട്ടാപ്പകൽ പോലും സെക്യൂരിറ്റിക്കാർ ലൈറ്റ് അടിച്ചു കൊടുക്കണം. കസേര പിടിച്ചു വെച്ചു കൊടുക്കാനാൾ, കസേരയിൽ തുണി വിരിച്ചു കൊടുക്കാനാൾ, മുഖ്യൻ്റെ കുടിവെള്ളം അടച്ചു വെക്കാൻ ഒരാൾ, എടുത്തു കൊടുക്കാൻ വേറൊരാൾ. ഇങ്ങനെ എന്തെല്ലാം നിയമനങ്ങളായിരുന്നു പിണറായി നടത്തിയത്. കമ്മികൾ പ്രചരിപ്പിക്കുന്ന ഈ ചിത്രം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴുള്ള ഫോട്ടോയാണ് എന്നതാണ് മറ്റൊരു സത്യം. എങ്ങനെയെങ്കിലും ചത്തുമലച്ചു കിടക്കുന്ന ഈ പാർട്ടിയെ പൊക്കിയെടുത്ത് AKG സെൻറ്ററിൽ വെച്ചു കൊടുക്കാമെന്നുള്ള ചിന്തയൊന്നും ഇവന്മാർക്കില്ല. ഇനിയുള്ള 5 വർഷം കരഞ്ഞ് ഇവന്മാർ നിത്യരോഗികളായി മാറും. കമ്മികൾക്ക് വേദനയുണ്ടാക്കുന്ന മറ്റൊരു ചിത്രം മുഖ്യമന്ത്രി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ചക്കപ്പഴം തിന്നുന്ന വീഡിയോയാണ്. അത് കണ്ട് വെള്ളമിറക്കേണ്ടതിന് പകരം ഇവരുടെ കണ്ണാണ് നിറയുന്നത്. ഗ്ലാസ്സിൽ തൊടാതെ എങ്ങനെയാണ് ചായ കുടിക്കുന്നത് എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സംശയം. വീഡിയോ കാണുമ്പോൾ ആ സംശയം മാറിക്കിട്ടും.
പിണറായി വിജയൻ PR വർക്കിൻ്റെ ഭാഗമായി ഒരു അതിജീവിത കപ്പ് കടിച്ച രംഗം നമ്മൾ കണ്ടതാണ്. അതായിരുന്നു യഥാർത്ഥത്തിൽ PR വർക്ക്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇടത് കൈ കൊണ്ട് കൊതുകിനെ പോലും അടിക്കാത്ത പിണറായി വിജയൻ അന്ന് ആദ്യമായി ഒരു കപ്പെടുത്ത് ഇടം കൈ കൊണ്ട് പിടിച്ചു. അതിലെ അക്ഷരങ്ങൾ ഫോട്ടോഗ്രാഫർമാർക്ക് കിട്ടാൻ വലത് കൈ കൊണ്ട് പിടിച്ചാൽ പറ്റില്ല. കിണറേഷ് കുമാർ പ്രത്യേകമായി പരിശീലനം നൽകിയാണ് അന്ന് പിണറായി വിജയനെ കപ്പ് കടിപ്പിക്കാൻ ഇറക്കി വിട്ടത്. അതെന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ശരിക്കും കടിച്ചു. VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം തൻ്റെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം 3 കുറച്ചതാണ് ഇവരെ കേൾപ്പിച്ച കനത്ത ആഘാതം. അത് സഹിക്കാൻ വയ്യാതെ കമ്മി പ്രൊഫൈലുകൾ എന്തെല്ലാം ഫേക്ക് വീഡിയോകളാണ് ഇട്ടത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കേന്ദ്ര നേതാക്കളും രാഹുൽ ഗാന്ധിയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന നേതാക്കളും വിമാനത്താവളത്തിലേക്ക് പോകുന്ന പടം എടുത്തിട്ട് 10-60 വാഹനങ്ങളുടെ അകമ്പടിയാണ് മുഖ്യമന്ത്രിക്ക് എന്നവർ പറഞ്ഞു പ്രചരിപ്പിച്ചു. നുണ പറഞ്ഞും പ്രചരിപ്പിച്ചുമാണ് ഈ പ്രസ്ഥാനം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മനുഷ്യന് റോഡിലിറങ്ങി നടക്കാൻ കഴിയുമായിരുന്നില്ല. മുഖ്യമന്ത്രി പുറത്തിറങ്ങിയാൽ അപ്രഖ്യാപിത ഹർത്താലായി മാറും പല പ്രദേശങ്ങളിലും. ഇപ്പോൾ മണിക്കൂറുകൾ നീളുന്ന വാഹന വ്യൂഹങ്ങളില്ല. പൊതുജനങ്ങളെ വഴിയിൽ തടഞ്ഞ് നിർത്താറില്ല. കാറുകളുടെ നീണ്ട നിരയില്ല. സൈറൻ മുഴക്കി ശബ്ദശല്യം ഉണ്ടാക്കുന്നില്ല. നഗരം നിശ്ചലമാക്കുന്ന കാഴ്ചകളില്ല. മുന്നിലൊരു പൈലറ്റ് വാഹനം മാത്രം, പിന്നിൽ ഒരു എസ്കോർട്ടും, നടുവിൽ മുഖ്യമന്ത്രിയുടെ വാഹനം, അത്രമാത്രം. ജനനായകനെന്ന VD സതീശനെ ആരെങ്കിലും വിളിച്ചു പോയാൽ കമ്മികൾക്ക് അത് സഹിക്കില്ല. കാരണം ജനശത്രുവിൻ്റെ അടിമകളാണല്ലോ ഇന്നലെ വരെ അവർ. ഇങ്ങനെ ഒരു ഫേക്ക് ചിത്രം കണ്ടിട്ടും ഇതൊന്നും മനസ്സിലാകാത്ത വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യോഗ്യന്മാരും ഈ കമ്മികളിലുണ്ട്. അവരും ഈ വ്യാജ ചിത്രം പ്രചരിപ്പിക്കുകയാണ്. കേട്ടാൽ തോന്നും സർക്കാരിന് എന്തോ കോടിക്കണക്കിന് രൂപ നഷ്ടമാകുന്ന ഒരു പരിപാടിയാണ് സതീശൻ ചെയ്തു കൂട്ടിയതെന്ന്. പറയാനൊന്നുമില്ലാതാകുമ്പോൾ നുണ പറയുക, ചെയ്യാനൊന്നുമില്ലാതാകുമ്പോൾ തുണി പൊക്കി കാണിക്കുക, ഇതൊക്കെയാണ് ഒരു മിനിമം CPMകാരൻ്റെ ഇപ്പോഴത്തെ കലാപരിപാടി. സത്യത്തിൽ മാർക്സിസ്റ്റുകാരായ മണ്ടൻ ഗുണാപ്പികൾ ആ ചിത്രം ശരിക്ക് കാണുന്നുണ്ടോ? അതൊരു ഹാൻഡിൽ ഗ്ലാസ് ആണ്. ഒപ്പം 40 വണ്ടിയും മുമ്പിൽ 10ലുമായ ഗൺമാന്മാരുമുള്ള മുഖ്യമന്ത്രിയെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. കറുപ്പ് കാറിലെ വരാവൂ, കറുപ്പ് കണ്ടാൽ കലിയിളകണം. ഒപ്പം 40 വണ്ടിയും മുമ്പിൽ 10ലുമായ ഗൺമാന്മാരുമുള്ള മുഖ്യമന്ത്രിയെ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ. കറുത്ത കാറിലെ വരാവൂ, കറുപ്പ് കണ്ടാൽ കലി ഇളകണം. 1.5 അടി താഴോട്ടിറങ്ങാൻ ലിഫ്റ്റ് വേണം.